നമ്മളിപ്പോൾ അരുണിമേനെ കാണുമ്പോൾ ഒരുപാട് യാത്രകൾ ഇപ്പം പെൺകുട്ടികളെ സംബന്ധിച്ച് അവരൊരുപാട് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സാധനം അരുണിമ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് കാണുമ്പോൾ പ്രൗഡായിട്ടിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. എന്നാൽ അറ്റ് ദ സെയിം ടൈം കുറേ കുറേ ആൾക്കാർ ഇതിനെതിരെ സംസാരിക്കുന്നവരുണ്ട്, ഇതിൻ്റെ നെഗറ്റിവിറ്റീസ് പറയുന്നവരുണ്ട്. അപ്പം എനിക്കൊന്ന് റീസെൻ്റ്ലി കുറേ നെഗറ്റീവ്സ് അരുണിമയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇതൊന്നും നമുക്ക് പുത്തരിയല്ല. അപ്പം എനിക്കിന്ന് അരുണിമേനെ കണ്ടപ്പോൾ തന്നെ ഫസ്റ്റിൽ എനിക്ക് ചോദിക്കാനുണ്ടായിരുന്നത്, ഇത്ര നെഗറ്റിവിറ്റി വരുമ്പോൾ എങ്ങനെയാണ് ഇതിനെയൊക്കെ ഒന്ന് ഓവർകം ചെയ്യാനുള്ള ഫസ്റ്റ് മെത്തേഡ് എന്താണ്? ഞാൻ അത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ലൈക്ക് അവരുടെ സ്റ്റാൻഡേർഡ് ആണല്ലോ അവർ പബ്ലിക്കായിട്ട് വിളിച്ചു പറയുന്നത്. ഞാനപ്പോൾ അത് കെയർ ചെയ്യേണ്ട ആവശ്യമില്ല. സോ അതെന്നെ എഫക്ട് ചെയ്യുന്നില്ല. കാരണം ഞാൻ ചിലപ്പോൾ വീഡിയോ ഇട്ടിട്ട് അത് അപ്ലോഡ് ആയിട്ട് അത് വൈറലായോ എന്താ ഞാൻ അധികം നോക്കിയിരിക്കുമല്ല. ഒരു പണിയില്ലാത്ത ആളുകളായിരിക്കും അത് നോക്കിയിരിക്കുന്നുണ്ടാവുക. പിന്നെ അത് വൈറലായിട്ട് ഇങ്ങനെ ഭയങ്കര എന്തെങ്കിലുമൊക്കെ വേറെ ആൾക്കാരൊക്കെ എടുത്ത് ചെയ്യുന്നുണ്ടാവും. അപ്പോഴായിരിക്കും എന്റെ ഫ്രണ്ട്സ് എനിക്ക് അയച്ചു തരാം. അപ്പോഴാണ് ഞാൻ ഈവൻ കമന്റ് ബോക്സ് ഓപ്പൺ ചെയ്യുന്നത്. ഞാൻ നോക്കിയിട്ടേ ഉണ്ടാവില്ല കമന്റ്സ് വായിച്ചാലാണല്ലോ നമുക്ക് നെഗറ്റീവ് മൈൻഡ് തന്നെ വരാറ്. പിന്നെ ഇങ്ങനെ റാൻഡ് ആയിട്ടുള്ള കമന്റ്സേ വരും. ഇപ്പൊ 1000 കമന്റ്സ് വന്നാൽ അതിലൊരു 10-20 കമന്റ് ആയിരിക്കും മാക്സിമം വായിക്കുക. കാരണം നമ്മൾ കംപ്ലീറ്റ്ലി ഇങ്ങനെ എനിക്ക് വേണ്ടി ട്രാവൽ ചെയ്യുന്നത്, വേൾഡ് കാണാൻ വേണ്ടിയിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. അതിലുള്ളൊരു സോഴ്സ് ഓഫ് ഇൻകം മാത്രമാണ് എനിക്ക് സോഷ്യൽ മീഡിയ. പിന്നെ ഒരുപാട് നല്ല അനുഭവങ്ങൾ എനിക്ക് അതിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. മീൻസ് ഒരുപാട് ആൾക്കാർ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ. അപ്പോൾ ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട് എനിക്ക്. അതാണ് ഫസ്റ്റ് തിങ്. സോ എനിക്ക് ഒരുപാട് പോസിറ്റീവ് ഉള്ളപ്പോൾ ഞാൻ നെഗറ്റീവ് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതൊരു നല്ല ടോപ്പിക്കാണ്, നല്ലൊരു പോയിന്റ് ആണ് ഈ കാര്യത്തിൽ. പക്ഷേ ഇപ്പൊ റീസെന്റ് നമുക്ക് ഒരു തുർക്കി യാത്ര കുറേ തുറുപ്പ് ചീട്ടുകളായിന്ന് പറയല്ലേ കുറെ ആൾക്കാർക്ക്. കുറെ ആൾക്കാരുടെ കണ്ടന്റ് ആണ് അത്. അരുണിമയുടെ സ്വന്തം കണ്ടന്റിന് നമ്മൾ കോപ്പിറൈറ്റ് കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി തോന്നല്ലേ? ഞാൻ ആക്ച്വലി നാളെ ഞാൻ അത് സൈബർ കേസ് ഫയൽ ചെയ്യാൻ വേണ്ടി പോവാണ്. എനിക്ക് ടൈം കിട്ടിയില്ല. ഞാൻ നാട്ടിൽ വന്നിട്ട് ഒരു 5 days ആയിട്ടുള്ളൂ. സോ നാളെ ജസ്റ്റ് ഇനി ഒന്ന് ഫ്രീ ആവാൻ പോകുന്നത്. അപ്പൊ നാളെ ഞാൻ കാലിക്കറ്റ് പോയിട്ട് അവിടെ സൈബർ കേസ് ഫയൽ ചെയ്യാൻ പോകുന്നു. അപ്പൊ ഇപ്പൊ റിയാക്ട് ചെയ്ത എല്ലാ ആൾക്കാർക്കും പണി കിട്ടാൻ പോകുന്നു. 8ന്റെ പണി കിട്ടാൻ പോവാണ് അല്ലേ? കാരണം വളരെ മോശമായിട്ടാണ് അതിൽ എഴുതിയേക്കുന്നത്. അപ്പോ അങ്ങനെ എഴുതുമ്പോ അത് മോശമായിട്ടുള്ള ഒരു കാര്യല്ലേ. അപ്പൊ അതുകൊണ്ട് ഞാനത് കേസ് ഫയൽ ചെയ്യുന്നു. കാരണം ഞാനിത് മൈൻഡ് ചെയ്യാറില്ല. പക്ഷെ ഞാൻ കാരണം എന്റെ ഫ്രണ്ട്സിനും മറ്റുള്ള ആളുകൾക്കൊക്കെ അത് ബുദ്ധിമുട്ടാവുന്നുണ്ടെങ്കിൽ അപ്പൊ അതുകൊണ്ട് ഞാൻ അത് എന്തായാലും പറയാ, ലീഗലി മൂവ് ചെയ്യാം. നമ്മള് അവരെ റിയാക്ട് ചെയ്യാനോ അവരെ പറ്റി മോശം ഞാൻ ഒരു കുറെ വീഡിയോ പറഞ്ഞിട്ടൊന്നും കാര്യമല്ല. സോ ലീഗലി മൂവ് ചെയ്യുന്ന ബെറ്റർ ഓപ്ഷൻ. ഓക്കെ. പക്ഷെ കുറെ പേര് ക്ലാരിഫിക്കേഷൻ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ റീസെന്റ് ഇപ്പൊ നോക്കിയ വീഡിയോസിൽ, ഇന്നലെ പോലും ഇരുന്ന് നോക്കിയ വീഡിയോസിൽ അരുണിമ വന്ന് ഇതിനെപ്പറ്റി സംസാരിക്കേണ്ടതുണ്ട്. പല കാര്യങ്ങളും കണ്ടിട്ടില്ല. അതായത് ഞാൻ ബ്ലോഗറിന്റെ പേര് പറയുന്നില്ല. അപ്പൊ ആ ബ്ലോഗർ പറയുന്നുണ്ട് അരുണിമ ഇതിനൊരു ക്ലാരിഫിക്കേഷൻ തരേണ്ടതുണ്ട്. ഇപ്പം നേരത്തെ ഇഷ്യൂസ് ആണെങ്കിലും നമുക്ക് അതിലേക്കൊന്നും ചെയ്യാൻ കഴിവില്ലാത്തവരല്ലേ എന്നെ വെച്ചിട്ട് പൈസ ഉണ്ടാക്കുന്നത്. സോ എനിക്ക് ഭയങ്കര ഷെയിമായിട്ടാണ് തോന്നാറ്. ഓക്കെ. അപ്പൊ ആ ക്ലാരിഫിക്കേഷൻ വേണോന്നൊക്കെ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ താല്പര്യമുണ്ടോ? നമുക്ക് ഇതിലൂടെ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുത്താലോ? അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ഇപ്പൊ തുർക്കിയിലെ ഓരോ യാത്രകൾ ഇപ്പൊ എല്ലാരും ഈ കമന്റ് സെഷനിൽ ഏറ്റവും കൂടുതൽ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്താ പറയാ, ഇത് തന്നെ നോക്കിയിരിക്കുന്ന ഒരാളല്ല. ഞാനത് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോ റേഞ്ച് ഇല്ലാത്ത കുന്നിന്റെ മലയിന്ന് റേഞ്ച് കണ്ടുപിടിച്ച് പോയിട്ടായിരിക്കും ഞാൻ ഒരു വീഡിയോ ഇടുന്നുണ്ടാവുക. അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പൊ തന്നെ ഫോൺ ഓഫ് ചെയ്ത് ഞാൻ അടുത്ത സ്ഥലത്ത് ക്യാമ്പ് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫോൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയാ, എനർജി സേവ് ചെയ്യണം. അതായത് എനിക്ക് ചിലപ്പോൾ ഒരു പവർ ബാങ്ക് ഉണ്ടാവുള്ളൂ, അത് ചാർജ് ചെയ്ത് വേറെ ഏതെങ്കിലും സ്ഥലത്ത് നിന്നിട്ടായിരിക്കും. റെസ്റ്റോറന്റിൽ ഫുഡ് കഴിക്കുന്ന 20 minutes ആയിരിക്കും ഞാൻ അവിടെ ചാർജ് ചെയ്തിട്ടുണ്ടാവുക. അത് കഴിഞ്ഞിട്ട് ഞാൻ ട്രക്ക് ചെയ്ത് മലേന്റെ മുകളിൽ എത്തുമ്പോൾ റേഞ്ച് ഉണ്ടാവില്ല, നെറ്റ് ഉണ്ടാവില്ല. അപ്പൊ ആ സമയത്ത് ഞാൻ എപ്പോഴും ഫോൺ ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളല്ല. സോ ഞാൻ മൈൻഡ് ചെയ്യാറേ ഇല്ല. ഓക്കെ. അപ്പം ഈ കാറിലെ യാത്രകൾ അല്ലെങ്കിൽ ഇപ്പൊ ട്രക്കിലെ യാത്രകൾ, ഇപ്പൊ പൊതുവെ എല്ലാരും പറയും ട്രക്കിലെ ആൾക്കാർക്ക് കയറാനാണ് കുറച്ചുകൂടെ പേടി, ട്രക്കിൽ എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്കറിയില്ല, കാറ് കുറച്ചുകൂടി സേഫ് ആണെന്ന് പറയാം. പക്ഷെ എനിക്ക് തോന്നുന്നു, ഞാൻ ഈ റീസെന്റ് കണ്ട വീഡിയോസിൽ ട്രക്കാണ് കുറച്ചും കൂടെ അരുണിമയ്ക്ക് സേഫ് ആയിരുന്നു. കാറിൽ നിന്നാണ് കൂടുതലും മോശം അനുഭവങ്ങൾ. എനിക്ക് കാറിൽ നിന്നും ട്രക്കിൽ നിന്നും ഒക്കെ മോശം അനുഭവം ഉണ്ടായിട്ട് റീസെന്റ് ഞാൻ 4-5 വീഡിയോ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. KSRTC വെച്ചിട്ട് ആൾക്കാര് തൊടുന്നതും പിടിക്കുന്നതും മസ്റ്റർബേറ്റ് ചെയ്യുന്നതും എവറിത്തിങ്. കാരണം ആരെങ്കിലും എന്തെങ്കിലും എന്നോട് ചോദിക്കുകയാണെങ്കിൽ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അതായത് ഞാൻ ഹിച്ച് ഹൈക്ക് ചെയ്ത് യാത്ര ചെയ്തുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ മോശം അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. അതായത് ഞാൻ പൈസ കൊടുക്കാണ്ട് ഫ്രീ ആയിട്ടാണല്ലോ, മീൻസ് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എന്താ പറയാ യാത്രാ രീതിയാണ് ഹിച്ച് ഹൈക്കിംഗ് എന്ന് പറയുന്നത്. കാണുന്ന വണ്ടികളിലൊക്കെ ലിഫ്റ്റ് അടിക്കുന്നത്. അത്
വില്ലിങ് ആയിട്ടുള്ള ആൾക്കാരാണ് നിർത്തുന്നത് നമ്മൾ ഹിച്ചായിക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പൊ എല്ലാവരും ഇങ്ങനെ റീസെന്റ് ഞാൻ ഇങ്ങനെ റാൻഡം ആയിട്ട് കമന്റ് വായിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കണ്ട ഒരു കമന്റ് ആണ് എന്താ പറയാ, ഞാനിങ്ങനെ ഫ്രീ ആയിട്ട് പോകുന്നോണ്ടാണ് പബ്ലിക് ട്രാൻസ്പോർട്ടിൽ പോയിക്കൂടെ. സോ KSRTC നടക്കുന്ന അതിനെന്താ അപ്പൊ പറയാനുള്ളത്? ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഓക്കെ, അപ്പം കമന്റ് സെക്ഷനിൽ നമുക്ക് ചോദിക്കാം, അങ്ങനെ തന്നെ ചോദിക്കാം. അല്ല ശരിയല്ലേ, വാല്യൂബിൾ ആയിട്ടുള്ള ഒരു പോയിന്റ് അല്ലേ പറഞ്ഞേ? അത് കറക്റ്റ് ആണ് കേട്ടോ. പിന്നെ അതേപോലെ ഞാൻ ഈ തുർക്കിയിലെ സംഭവത്തില് വേറെ കണ്ട കുറച്ചായി അരുണിമ കണ്ടന്റിന് വേണ്ടി മാത്രം, തംബ്നെയിൽ വരാൻ വേണ്ടി മാത്രം ഇങ്ങനെയുള്ള ഫോട്ടോസ് യൂസ് ചെയ്യുന്നു, ഇങ്ങനെയുള്ള ക്യാപ്ഷൻസ് യൂസ് ചെയ്യുന്നു. ഇതൊരു റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ? ആക്ച്വലി അതിനകത്ത് അത്രയും കണ്ടന്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആൾക്കാരും ഉണ്ട്. ഞാൻ ഒരു കണ്ടന്റും ഇല്ലാണ്ട് ഒരു ഇതും ഇടാറില്ല. എന്റെ ഏത് തംബ്നെയിൽ എടുത്ത് നോക്കിയാലും അത് കാണാൻ പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം. എന്തെങ്കിലും അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കണ്ടന്റ് ഉണ്ടെങ്കിലാണ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ എന്താ പറയാ, ജസ്റ്റ് പനി പിടിക്കുമ്പോൾ മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇടാറില്ല. സോ അത് മാത്രമല്ല, എൻ്റെ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് എൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്ന് മാത്രമാണ്. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഞാൻ ഭയങ്കര സെലക്റ്റീവ് ആയിട്ട് പ്രൊമോഷൻ ചെയ്യുന്ന, അല്ലാതെ കണ്ടവരെല്ലാവരെയും പോലെ ഇങ്ങനെ എന്താ പറയുക ഗിവ് അവേ ഉണ്ട്, മറ്റതുണ്ട് മറിച്ചതുണ്ട്, കണ്ടതിനും മറിച്ചതിനും ഒക്കെ ഞാൻ പോയിട്ട് പൈസ തന്നാൽ പോലും ഞാൻ ചെയ്യാറില്ല. സോ അത്രയും സെലക്റ്റീവായി ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് യൂട്യൂബ് റവന്യൂ മാത്രമുള്ള അത് വെച്ചാണ് ഞാൻ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ അത് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് വീഡിയോസ് ഇടുന്നതെല്ലാം. സോ അങ്ങനെ. അതുപോലെ ഈ കണ്ടന്റ് ജനറേറ്റ് ചെയ്ത്, അതായത് ഇത് ശരിയായിട്ടുണ്ടാവുന്ന കണ്ടന്റുകളല്ല, ഞാൻ എന്റെ ട്രാവലിൽ ഉണ്ടാവുന്ന എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞാൻ ഈവൻ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ അല്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു ട്രാവലർ മാത്രമാണ്. സോ ട്രാവൽ ചെയ്യാൻ എനിക്ക് പൈസ വേണം, എനിക്ക് ഇൻകം സോഴ്സ് യൂട്യൂബ് ആണ്. സോ ഞാൻ എന്റെ ട്രാവലിൽ ഉണ്ടാവുന്ന നല്ലതും മോശവും എന്ത് എക്സ്പീരിയൻസ് ആണെങ്കിൽ ഞാൻ ഷെയർ ചെയ്യും. പക്ഷെ ഈ എക്സ്പീരിയൻസ് പോലും കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് പറയുന്നുണ്ട്. ലൈക്ക് ഞാനൊരു വായിച്ച കമന്റ് ആണ്, സെഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നത്. ആ സമയത്ത് അവരെ യൂസ് ചെയ്തിട്ട് ഇപ്പൊ അരുണിമ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് അവർക്ക് മനസ്സിലാവില്ല. അപ്പൊ സോ അതുകൊണ്ട് ആ ടൈമിൽ എന്താ നടക്കുന്നതെന്നല്ല, അപ്പൊ ആൾക്കാർ അത്ര കടന്ന് ചിന്തിച്ചാണ് ഞാൻ കേസ് കൊടുക്കാൻ പോകുന്നത്. അത് പറയുമ്പോ ലൈക്ക് അതെന്താ പറയാ, എന്റെ മാനാഭിമാനത്തെ ചോദ്യം ചെയ്ത പോലെയല്ലേ. സോ അതുകൊണ്ടാണ് ഞാൻ കേസ് ഫയൽ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം നമ്മള് KSRTC ബസ്സിലെ മാസ്റ്റർബേഷനെ പറ്റിയിട്ട് പറഞ്ഞു. അപ്പൊ അവരെന്താ സെഡ്യൂസ് ചെയ്തതുകൊണ്ടാ? അതായിരിക്കില്ല. ഇപ്പം അതായത് ഇപ്പൊ നമ്മൾ ആ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ തുർക്കിയിലുണ്ടായ BMW കാറിലുണ്ടായ ഒരു ലക്ഷറി മാസ്റ്റർബേഷൻ എന്നൊക്കെ നമുക്ക് പറയാം. ഇല്ല, അവിടെ ഓൾമോസ്റ്റ് BMW ബെൻസ് ഒക്കെ അത് കോമൺ ആയിട്ടുള്ള വെഹിക്കിൾസ് ആണ്. നമുക്കാണ് അത് ഭയങ്കര പ്രീമിയം. അല്ല, ഇത് ഈ ലക്ഷറി മാസ്റ്റർബേഷൻ എന്നുള്ളത് കമന്റ് സെക്ഷനിൽ ഉണ്ടായിരുന്ന ഒരു വേർഡാണ്. എന്നെക്കാൾ നന്നായിട്ട് എന്റെ കമന്റ് നിങ്ങളോട് ചോദിക്കാം, ഞാൻ വായിച്ചിട്ടില്ല. ഇത് ഞാനായിട്ട് എടുത്തൊരു വാക്കല്ല ആക്ച്വലി. ഇത് ഞാനിങ്ങനെ, കാരണം നമ്മൾ ഇപ്പൊ അരുണിമയോട് സംസാരിക്കാൻ വരുമ്പോ അരുണിമേനെ പറ്റി അറിഞ്ഞിരിക്കണം, അരുണിമേനെ പറ്റി ആൾക്കാർ എന്താണ് പറയുന്നതെന്ന് അറിഞ്ഞിരിക്കണം. സോ ആ കാര്യത്തിൽ ഞാനിപ്പോ സ്റ്റഡി ഉണ്ട് അതിനകത്ത്. അപ്പം ഈ യൂസ് ചെയ്യുന്ന ഇങ്ങനെയുള്ള വേർഡ്സുകൾ, അപ്പം അവര് അതിനകത്ത് മെയിനായിട്ട് വേറൊരു കാര്യം ചോദിക്കുന്നത്, ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ട്, ഇതിപ്പോ നമ്മുടെ നാട്ടിലാണെങ്കിലും അല്പം ഏത് സ്ത്രീ ആണെങ്കിലും അങ്ങനെ അനുഭവം ഉണ്ടായാൽ ആ സ്പോട്ടിൽ അവിടെ നിന്ന് അവരെ ഇറങ്ങി പോകാൻ ശ്രമിക്കും. ബട്ട് യു കണ്ടിന്യൂ ദ ട്രാവൽ. പ്ലെയിൻ ആയിട്ടുള്ളതാണ്. അത് ഞാൻ എന്റെ യൂട്യൂബ് ചാനലിൽ തന്നെ ഓൾറെഡി പറയുന്നുണ്ട്. പ്ലെയിൻ ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. സോ ഓൾറെഡി ഞാൻ കുറെ നേരം നിന്നിട്ടാണ് എനിക്ക് ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ പിന്നെ വിചാരിച്ചു എനിക്ക് ഇതിലും വേഴ്സ് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് മാത്രല്ല, ക്യാമറ ഓൺ ആയതുകൊണ്ട് ഒരു സേഫ്റ്റി എന്നുള്ളൊരു സാധനം ഉള്ളതുകൊണ്ട് ഞാൻ കണ്ടിന്യൂ ചെയ്തത്. സീക്രട്ട് ഏജന്റ് പണ്ട് ഒരു വീഡിയോ അരുണിമയ്ക്ക് എതിരെ ഇട്ടിരുന്നു. പക്ഷെ ഈ കാര്യത്തില് ഞാൻ സീക്രട്ട് ഏജന്റ് അരുണിമനെ സപ്പോർട്ട് ചെയ്ത ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഈ സീക്രട്ട് ഏജന്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മുന്നേ, എനിക്കൊന്ന് 1 year ആയോന്ന് എനിക്കറിയില്ല. അപ്പൊ അതില് പറയുന്നത് കംപ്ലീറ്റ്ലി പച്ച കള്ളാണ്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ കിട്ടിയപ്പോ ഞാനത് പറയാണ്. യെസ്, ഞാൻ കള്ളു കുടിച്ചിട്ട്, ഞാൻ കള്ളു കുടിക്കുന്ന ഒരാളാണ്. പക്ഷെ ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ കള്ളു കുടിക്കാറില്ല. ട്രാവൽ സ്റ്റോപ്പ് ചെയ്തതിനു ശേഷമാണ്. അത് മാത്രമല്ല, ഞാൻ എന്താ പറയാ ഒക്കേഷനിൽ കുടിക്കുന്ന ഒരാളും കൂടിയാണ്. ഞാനും എൻ്റെ ഒരു പെൺസുഹൃത്തും കൂടിയാണ് ലിഫ്റ്റ് അടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവരിങ്ങനെ എന്താ പറയാ, ഞാൻ കള്ളു കുടിച്ച് വഴിയിൽ കണ്ടപ്പോൾ ആൾ ഇങ്ങോട്ട് വന്നു എന്നാണ് പറഞ്ഞത്. നമ്മൾ ഓൾറെഡി വയനാട് നിന്ന് തിരിച്ച് എറണാകുളത്തേക്ക് പോവാണ്. അതിനിടയിൽ ഹിച്ചൈക്കുന്നതിന്റെ ഇടയിൽ ജസ്റ്റ് നിർത്തിയ ഒരു വ്യക്തി മാത്രമാണ്. അന്നും എന്റെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് ആൾക്ക് എന്നെ അറിയായിരുന്നു. അന്നും ആൾക്ക് എന്തോ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടായി, എനിക്കിങ്ങനെ കാണിച്ചു തരുകയും ചെയ്തു. അന്നും ആരൊക്കെ കുറ്റം പറഞ്ഞിങ്ങനെ നടക്കുമായിരുന്നു. പക്ഷെ ഞാൻ കണ്ടിട്ടില്ല ആളെ നേരിട്ട് ഇതുവരെ. സോ എന്താ പറയാ, ആ സമയത്ത് സീക്രട്ട് ഏജന്റിനെ അറിയില്ല, എനിക്കറിയില്ല. ആൾക്ക് ചെറിയ ഫോളോവേഴ്സ് എന്തോ ഉണ്ടായിരുന്നുള്ളൂ. സോ അന്ന് ആൾക്ക് അറിയില്ല. പക്ഷെ അന്നും ആൾക്ക് എന്നെ അറിയായിരുന്നു. അപ്പൊ ഇങ്ങനെ പറഞ്ഞു വീഡിയോസ് കണ്ടിട്ടുണ്ട് അങ്ങനെയെല്ലാം. അത് കഴിഞ്ഞിട്ട് ഒരു കാറിന് കയറി അടുത്ത കാറിലേക്ക് എന്തോ കയറിയിട്ട്
ജസ്റ്റ് അടുത്ത സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്തു. ആ വീഡിയോയിൽ ആള് പറയുന്നത് ബസ് കയറാൻ വേണ്ടിയിട്ട് വേറെ എവിടെയോ കൊണ്ടാക്കി. ഞങ്ങൾ ബസ് കയറിയിട്ടില്ല, ഹിച്ചൈക്ക് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ എറണാകുളത്തേക്ക് പോയത്. അന്ന് ഞാൻ മെക്സിക്കോയിൽ എവിടെയായിരുന്നു ഈ വീഡിയോ കാണുന്ന സമയത്ത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ ഫ്രണ്ടിനെ അയച്ചിട്ട് ഫ്രണ്ടിനോട് കേസ് ഫയൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇല്ലാത്തോണ്ട് അത് ലീഗലി മൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടായോണ്ടാ. ഓക്കെ, അപ്പൊ നാളെ പോകുന്ന കേസിന് അത് ഇത് ഉൾപ്പെടുവോ ഇനി? അങ്ങനെ കൊടുക്കുവാണെങ്കിൽ ഒരുപാട് കൊടുക്കാനുണ്ടായി. ഇപ്പൊ റീസെന്റ് ഉള്ളതാണ്, എന്താ പറയാ, ഞാൻ പറഞ്ഞേ ലൈക് ഒരു മൊത്തത്തിലുള്ള സ്ത്രീകളെ പറയുന്ന ഒരു ഫീൽ എനിക്ക് ഉണ്ടായി. അപ്പൊ അതുകൊണ്ടാണ് എനിക്കത് ഭയങ്കരമായിട്ട് അതായത് സ്വകാര്യ ഭാഗം കാണിച്ച് വശീകരിച്ച് എന്നുള്ള സാധനം വായിച്ചു ഞാൻ. എനിക്ക് കുറെ ഫ്രണ്ട്സ് അയച്ചു തന്നു. അതേ പറഞ്ഞേ, അവർ അയക്കുമ്പോഴാണ് ഞാൻ കാണുന്നത്. ഇത് കണ്ടപ്പോഴാണ് എനിക്ക് കേസ് ഫയൽ ചെയ്യണമെന്ന് മോർ ഫീൽ ചെയ്തത്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പൊ പുള്ളി ഈ ഒരു കാര്യത്തില് ഞാൻ വീഡിയോ എടുത്ത് നോക്കിയിരുന്നു. അപ്പം എന്തുകൊണ്ടായിരിക്കാം ആ പെൺകുട്ടി അപ്പൊ അവിടെ ഇറങ്ങാത്തത് എന്നുള്ള രീതിയിൽ സംസാരിച്ച് വിട്ടിട്ടുണ്ട്. പക്ഷെ ഈ ഒരു മാസമായിട്ട് ഇതിനെതിരെ, ഇത് അരുണിമ ക്രിയേറ്റ് ചെയ്തതാണ്, ഈ തുർക്കി യാത്രയ്ക്കുള്ള ഉണ്ടായ എല്ലാ ഇൻസിഡൻസും ക്രിയേറ്റ് ചെയ്തതാണെന്നുള്ള രീതിയിലാണ് കൂടുതലും എനിക്ക് വരുന്നത്. ഞാനിങ്ങനെ ട്രാവൽ ചെയ്യുന്നത് കൊണ്ടും എനിക്ക് കുറച്ച് ഫോളോവേഴ്സ് ഒക്കെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇതിങ്ങനെ ചർച്ചാ വിഷയമായത്. ഇതിപ്പോ KSRTC നടക്കുന്ന ഒരു നോർമൽ ആയിട്ട് കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഇത് വീഡിയോ ഇട്ടിരുന്നെങ്കിൽ അവളിത് ക്രിയേറ്റ് ചെയ്താന്ന് പറഞ്ഞിട്ട് ഇടുന്നില്ലല്ലോ. ഇനി ആ പെൺകുട്ടി ഹിച്ചൈക്ക് ചെയ്താലും സപ്പോർട്ട് ചെയ്യാനേ. അങ്ങനെയും പറയാറുണ്ട്. ഇവിടെ ഇപ്പൊ മാലയിട്ട് സ്വീകരിച്ച ആൾക്കാരൊക്കെ വരെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റില്ല നമുക്ക്. ഇവിടെ നമ്മുടെ പൊതുസ്ഥലത്താണെങ്കിലും KSRTC ഉണ്ടായത്. അല്ലെങ്കിലും എന്താ പറയാ, ഇപ്പൊ ഞാൻ എന്റെ ഒരു ഒബ്സർവേഷൻ എനിക്ക് തോന്നിയതാണ്, ആണുങ്ങൾക്ക് മൊത്തം ഈ കല്യാണം ഒന്നും കഴിക്കുമ്പോ പെൺകുട്ടികൾക്ക് ആർക്കും കല്യാണം കഴിക്കണ്ട, ആൺകുട്ടികൾക്ക് എല്ലാവർക്കും കല്യാണം കഴിക്കണം. പക്ഷെ ആരും വില്ലിങ് അല്ല ഗേൾസ് കല്യാണം കഴിക്കാൻ. ഇപ്പൊ പെണ്ണ് കിട്ടാത്തതിന്റെ ഫ്രസ്ട്രേഷൻ മൊത്തം ഇങ്ങനെ പെൺകുട്ടികൾ യാത്ര ചെയ്യുന്നതിലും എല്ലാ പിള്ളേരും ഇല്ല, ഞാൻ ജനറലി പറഞ്ഞാണ്, അല്ലാതെ എല്ലാ ആൾക്കാരും അല്ല, ഈ ലോകത്ത് എല്ലാവരും ഉണ്ട്. അത് മാത്രമല്ല, ഈ തുർക്കി ഇഷ്യൂ ഉണ്ടായ സമയത്തും ഞാൻ ആ ബാഡ് ഇൻസിഡന്റ് കഴിഞ്ഞ് സെയിം വീഡിയോയിൽ നല്ലതാണ് ഇട്ടിട്ടുള്ളത്. അതായത് ആ രാജ്യം മോശമാണെന്ന് വിചാരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സെയിം ക്ലിപ്പില് ഞാൻ നെക്സ്റ്റ് ഡേ ഹിച്ചൈക്ക് ചെയ്ത വീട്ടിലേക്ക് പോയി ഫുഡ് കഴിച്ച് ആ വീഡിയോ ഇട്ട് അത് ഒരു കമന്റ് പോലും ഞാൻ നിങ്ങൾ ചോദിച്ചില്ല, ആരും ചോദിച്ചില്ല. ഞാൻ അതിലേക്ക് വരാണ്. അതായത് സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് എന്നുള്ള വേർഡ് ഇപ്പൊ പറഞ്ഞില്ലേ, അതിനകത്ത് കുറെ ആൾക്കാർ ചോദിക്കുന്നത്, ഇപ്പം നല്ല അനുഭവത്തിന്റെ വീഡിയോ ഇട്ടിരുന്നു, അപ്പം തുർക്കിയിലെ ജനങ്ങളെല്ലാം അങ്ങനെയല്ല എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് അത്. ഞാൻ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഞാൻ എന്റെ യൂട്യൂബ് ചാനൽ കൊടുത്തു. കാരണം യൂട്യൂബ് ചാനൽ എന്റെ ഒരു ഫാമിലി പോലെയാണ്. കാരണം ഡെയിലി കാണുന്ന ആളുകളുണ്ട്. ഇപ്പൊ ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞാൽ റാൻഡം ആളുകളായിരിക്കും ഉണ്ടാവുക, എപ്പോഴും സ്ഥിരമായി കാണുന്ന ആൾക്കാരല്ല. അപ്പൊ യൂട്യൂബില് അവർക്ക് അറിയാം, ഞാൻ ഓരോ സ്ഥലത്ത് നിന്ന് ആൾക്കാരെ മീറ്റ് ചെയ്യുന്ന സമയത്ത് അവര് എന്റെ അടുത്ത് പറയും, ഈവൻ നീ ചായ കുടിക്കില്ലല്ലോ, നമുക്ക് ജ്യൂസ് കുടിക്കാൻ പോ എന്ന് വെച്ചാൽ ഞാൻ എന്റെ വീഡിയോയിൽ പറയാറുണ്ട് ഞാൻ ചായ കുടിക്കാത്തതുകൊണ്ടാണ്. അതായത് ഞാൻ ചില ഫാമിലിന്റെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യുമ്പോൾ അവർ എനിക്ക് സീ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. കാരണം അതെന്റെ ഫേവറേറ്റ് ആണ്. സ്ഥിരമായി കാണുന്ന ആളുകൾക്ക് എന്നെ പറ്റി അത്രയും അറിയുന്നുണ്ടാവും. അപ്പോൾ അതെനിക്കൊരു ഫാമിലി പോലെയാണ്.